പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ HSA കേട്ടറ്റ് ഡ്രോയിങ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇന്ന് നമ്മൾ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകൾ കുറച്ച് കണക്ഷനിലൂടെ കുറച്ച് കോഡിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം കേട്ടറ്റ് ഡ്രോയിങ്ങിന്റെ പരീക്ഷ തൊട്ട് മുമ്പിലുണ്ട്. അതുപോലെ HSA ഡ്രോയിങ്ങിന്റെ പരീക്ഷ ഇനി വരാനിരിക്കുന്നു. അതിന്റെ നല്ല പ്രിപ്പറേഷൻ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു അവസരം കൂടിയാണ് അല്ലേ. അപ്പോൾ ഇതിന്റെയൊക്കെ ഓൺലൈൻ കോച്ചിങ് നമുക്ക് നടക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാണ്, മറന്നുപോകല്ലോ, ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വരുമല്ലോ. എക്സാം ഹോളിലേക്ക് ഇരുന്നിട്ട് ഏതാണ് ആൻസർ എന്നുള്ളൊരു സംശയമൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ, ഒന്നൊരു എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കോഡൊക്കെ കൊടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഓർമ്മയിൽ നിൽക്കും, കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് പോകാൻ സാധിക്കും കേട്ടോ. അപ്പൊ കോഡിനെ കോഡായിട്ട് മാത്രം കാണുക. നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ ചോദ്യം പറയാം, എന്നിട്ട് അതിന് ശേഷം വരുന്ന പോയിന്റ് പറയാം കേട്ടോ. താഴെ പറയുന്നവയിൽ ഭൂപൻ ഗക്കറിന്റെ പെയിന്റിംഗ് ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? മാൻ വിത്ത് എ ബോക്സ് ഓഫ് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ്, യു കാൺ പ്ലീസ് ഓൾ, ടു മെൻ ഇൻ ബനാറസ്, ഓൾ ഓഫ് ദ എബോവ്. ഇതിൽ താഴെ പറയുന്നവയിൽ ഭൂപൻ ഗക്കറിന്റെ പെയിന്റിംഗ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആൻസർ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് പോകണം അല്ലേ. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? മാൻ വിത്ത് എ ബോക്സ് ഓഫ് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പെയിന്റിംഗ് ആണ്. യു കാൺ പ്ലീസ് ഓൾ എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ പെയിന്റിംഗ് ആണ്. ടു മെൻ ഇൻ ബനാറസ് വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പെയിന്റിംഗ് ആണ് ടു മെൻ ഇൻ ബനാറസ് എന്ന് പറയുന്നത്. സോ ഓൾ ഓഫ് ദ എബോവ് എന്ന് പറയുന്ന ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. താഴെ പറയുന്ന എല്ലാം ഭൂപൻ ഗക്കറിന്റെ പെയിന്റിങ്ങിൽ വരുന്നതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പെയിന്റിംഗ് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓർത്തു വെക്കണം. കാരണം നമുക്കറിയാം ഈ HSA ഡ്രോയിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ടറ്റിന്റെ ഒക്കെ നോക്കുമ്പോൾ സാധാരണ ഇങ്ങനത്തെ പെയിന്റിങ്ങുകളൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ ആരുടേതാണെന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. സോ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ഒരു കണക്ഷനിലൂടെ പഠിച്ചു വെക്കാം. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ആധുനിക കലയിലെ ഒരു ചിത്രകാരനായിരുന്നു ഇദ്ദേഹം, ഭൂപൻ ഗക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഒന്ന് ഓർത്തു നോക്കുക. 1934 മുതൽ 2003 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം വരുന്നത്. പിന്നെ ഫസ്റ്റ് പോപ്പ് ആർട്ടിസ്റ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് കേട്ടോ. ആദ്യത്തെ പോപ്പ് ആർട്ടിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നിങ്ങൾ ഓർത്തു വെക്കുക. സോ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഫേമസ് പെയിന്റിങ്സ് ആണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് അല്ലെ. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഇവിടെ ഭൂപൻ എന്ന് പറയുന്ന കണക്ട് ചെയ്യാം. അപ്പൊ ഭൂപൻ നമുക്ക് ഭൂപടം എന്നുള്ളത് എടുക്കാം. ഭൂപടം കണ്ടാ, നമ്മളൊരു ഭൂപടം മാപ്പ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഒരു ഭൂപടത്തിലേക്ക് നമ്മൾ പോവുകയാണ്, സ്ഥലം നോക്കി പോവുകയാണ്. ബനാറസ് എന്ന് പറയുന്നത്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക കേട്ടോ. ബനാറസ് എന്ന് പറയുന്ന സ്ഥലം നോക്കി 2 പേര് പോവുകയാണ് കേട്ടോ. എന്തിനാണ് 2 പേര് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്. ചുമ്മാ പോകുന്നതിലോ ഈ കഥയൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ ഒന്ന് ക്ലാസ് കേൾക്കുമ്പോൾ 2-3 പ്രാവശ്യം ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഭൂപടം, അപ്പോൾ ഭൂപനെ നമ്മൾ എന്ത് ചെയ്തു, ഭൂപടം എന്നുള്ള പദവുമായിട്ട് കണക്ട് ചെയ്തു. ഒരു സ്ഥലം അന്വേഷിച്ച് പോവുകയാണ്. ഏതാണ്? 2 ആളുകളാണ് പോകുന്നത്. ബനാറസ് എന്ന് പറയുന്ന സ്ഥലം നോക്കിയിട്ടാണ് പോകുന്നത്. എന്തിനാണെന്ന് അറിയാമോ? അവിടെ പോകാൻ കഴിയില്ല, അതായത് നിനക്ക് പോകാൻ കഴിയില്ല, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. യു കാൺ, നിനക്ക് കഴിയാത്തത് കൊണ്ട് ആ 2 ആൾക്കാരും പോവുകയാണ്. ഭൂപടം നോക്കിയാണ് അവരെന്ത് ചെയ്യുന്നത്, പോകുന്നത്. എന്തിനാണെന്ന് അറിയാമോ പോകുന്നത്? ഒരു ഫാമിലിയിൽ ഒരു ഡെത്ത് സംഭവിച്ചു, ഒരു മരണം സംഭവിച്ചു. അപ്പൊ ആ ഡെത്ത് സംഭവിച്ച വീട്ടിൽ കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ടുവന്ന് കൊടുക്കണം. അതിവിടെ ബനാറസ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. വേറെ ഒരു കാണാപ്പാടം പഠിക്കുക ഒന്നും വേണ്ട നിങ്ങള്. അപ്പോ 2 ആളുകള് നിനക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് എന്താണ്, ഭൂപടം നോക്കിയിട്ട് ബനാറസിലേക്ക് പോവുകയാണ്. അപ്പൊ ഒരു വീട്ടിൽ മരണം നടന്നിട്ടുണ്ട്, അവിടെ ഫ്ലവർ കൊടുക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ടു മെൻ ഇൻ ബനാറസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്താണ്, അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. പിന്നെ അതുപോലെ യു കാൺ പ്ലീസ് ഓൾ എന്ന് പറയുന്നത്, അല്ല നിനക്ക് കഴിയില്ല, അപ്പൊ നിനക്ക് കഴിയാത്തത് കൊണ്ട് 2 ആളുകൾ പോകുന്നു. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഈ ബനാറസിൽ ഫ്ലവർ ഷോപ്പിൽ ഫ്ലവർ വാങ്ങാൻ പോകുകയെന്ന് പറഞ്ഞു. ആ ഫ്ലവർ ഷോപ്പ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു അടയാളം, നമ്മൾ ഒരു സ്ഥലം പറയുമ്പോൾ അടയാളം പറഞ്ഞു കൊടുക്കൂലേ, അത് ഡീലക്സ് ടൈലേഴ്സ്, ഒരു ടൈലേഴ്സ് ഉണ്ട്, ഒരു തയ്യൽ കടയുണ്ട് എന്ന് ഓർത്ത് നോക്കുക. ആ ടൈലേഴ്സിന്റെ അടുത്താണ് വരുന്നത്. ആ ടൈലേഴ്സിന്റെ അടുത്ത് ഒരു വാച്ച് ഷോപ്പും കൂടി ഉണ്ട്, വാച്ച് റിപ്പയർ ചെയ്യുന്ന ഷോപ്പും കൂടി ഉണ്ട്. ഒന്ന് കണക്ട് ചെയ്തൂടെ? അപ്പോ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരു വീട്ടിൽ മരണം സംഭവിക്കുന്നു, അവിടെ പൂ വാങ്ങാൻ 2 ആളുകൾ ബനാറസിലേക്ക് പോവുകയാണ്. അപ്പൊ ആ പൂക്കട അറിയില്ല,
അവിടെ എന്താണ് പൂക്കട ഓർക്കാൻ വേണ്ടി ഒരു ഡീലക്സ് ടൈലേഴ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വാച്ച് റിപ്പയറിംഗ് പറയുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെയാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന പൂക്കട വരുന്നത്. മാൻ വിത്ത് എ ബോക്സ് ഓഫ് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന അത് ആ ഒരു അദ്ദേഹത്തിന്റെ പെയിന്റിംഗ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് പറയാം രണ്ടാളുകൾ അല്ലെ, 2 men in Banaras. പിന്നെ നിനക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടല്ലേ, അപ്പൊ യു കാൺ പ്ലീസ് ഓൾ. പിന്നെ ആ ഒരു ഫ്ലവർ ഷോപ്പിന്റെ അടുത്ത് എന്തുണ്ട്, ഒരു ഡീലക്സ് ടൈലേഴ്സ് ഉണ്ട് അല്ലെ, ഡീലക്സ് ടൈലേഴ്സ്. അതുപോലെ തന്നെ ജനത വാച്ച് റിപ്പയറിംഗ്. പിന്നെയോ അവിടെയാണ് നമ്മൾ എന്ത് വാങ്ങുന്നത്, ഈ ഫ്ലവർ വാങ്ങുന്നത് അല്ലെ. മാൻ വിത്ത് എ ബോക്സ് ഓഫ് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് എന്ന് പറയും കേട്ടോ, മാൻ വിത്ത് എ ബോക്സ് ഓഫ് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്, ഡെത്ത് ഇൻ ദ ഫാമിലി. അതും അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പെയിന്റിംഗ് ആണ്, ഡെത്ത് ഇൻ ദ ഫാമിലി എന്ന് പറഞ്ഞാല്. വേണമെങ്കിൽ ആ ഫാമിലിയുടെ ആളുടെ പേര് എന്താണ്, സൽമാൻ എന്നോ അങ്ങനെ എന്തെങ്കിലും ആക്കാം, സൽമാൻ റുഷ്ദി എന്നായിരുന്നു ആ മരിച്ച ആളുടെ പേര് എന്നൊന്ന് കണക്ട് ചെയ്താൽ അദ്ദേഹത്തിന്റെ അടുത്തൊരു പെയിന്റിംഗ് കൂടി നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ കണക്ട് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തിരിച്ച ആൻസർ ഉപയോഗം ചിലപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവരുണ്ടാവും. ഓക്കെ, മാൻ വിത്ത് എ ബോക്സ് ഓഫ് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെതാണ്. യു കാൺ പ്ലീസ് ഓൾ ആണ്, നിനക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് 2 men in Banaras. അപ്പോൾ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. ഇനി നേരത്തെ പഠിച്ചവർ അങ്ങനെ തന്നെ പോകാട്ടോ. ഇതിപ്പോ എല്ലാവർക്കും ചിലപ്പോ കണക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ, കാരണം ഒരു കോമ്പറ്റീഷൻ എക്സാമിലേക്കാണ് നമ്മൾ പോകുന്നത്, എക്സാം ഹോളിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാകും എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ കൂട്ടത്തിൽ ഗ്രൂപ്പ് 1890 അംഗമല്ലാതിരുന്ന ആർട്ടിസ്റ്റ് ആരാണ്? ഗ്രൂപ്പ് എന്താണ് 1890 അംഗമല്ലാതിരുന്ന ആളാരാണെന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ജയറാം പട്ടേൽ, ജാമിനി റോയ്, എം റെഡുപ്പ നായിഡു, രാഘ് കനേരിയ. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് 1890 എന്ന് പറയുന്നത് എന്താണ്, ആധുനിക ഇന്ത്യയിലെ ഒരു കലാസംഘമാണത്. ആ കലാസംഘത്തിൽ കുറച്ച് ആളുകൾ മെമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട്, മനസ്സിലാവണ്ട. അപ്പൊ ആ മെമ്പേഴ്സിൽ ഉൾപ്പെടാത്ത ആളുകൾ ഏകദേശം 12ഓളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഉൾപ്പെടാത്ത ആളുകൾ നമ്മളത് പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ രൂപീകരണം 1962 എന്നുള്ള ഓർത്ത് വെക്കുക. ഇതൊരു സംഘമാണ്, ഒരു സമിതിയാണ്. നമ്മൾ വർഷം കാണുമ്പോൾ ആ വർഷം എന്നുള്ള രൂപത്തിലല്ല, അതിന്റെ ഒരു പേരാണ് ഗ്രൂപ്പ് 1890 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് 1962 ഓർ 63 ഇത് രൂപീകൃതമായിട്ടുള്ളത്. പ്രധാന അംഗങ്ങളെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് ഓർത്താൽ സുഖമാണ്. നോക്കിയേ, നമുക്ക് ഓർക്കാം എങ്ങനെ. ജെ സ്വാമിനാഥ്, കൂടെ ഞാൻ പറഞ്ഞുതരാം. ജയറാം പട്ടേൽ, രാഘവ് കനേരിയ, എം റെഡുപ്പ നായിഡു, അതുപോലെ തന്നെ ജ്യോതി ഭട്ട്, ഗുലാം മുഹമ്മദ് ഷെയ്ഖ്. ഇത്രയും പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ അംബാദാസ്, രാജേഷ് മെഹ്റ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എറിക് ബോവൻ, രാജേഷ് മെഹ്റ 1 പ്രാവശ്യം ഉള്ളൂ, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സോ ഈ പേര് നമ്മളൊന്ന് ഓർത്തു വെക്കുക. ആദ്യത്തെ കുറച്ച് പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാം. 1890 ഗ്രൂപ്പിന്റെ പേര് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ഒരു 3 ആക്ടേഴ്സിന്റെ പേര് എടുക്കാണ്. ജയറാം എന്ന് പറയുമ്പോൾ ജയറാം. ഓക്കെ, ജയറാം. രാഘവൻ എന്ന് പറയുമ്പോൾ വിജയരാഘവൻ കേട്ടോ, ശ്രദ്ധിക്കൊന്ന് നിങ്ങള്. ജയറാം, വിജയരാഘവൻ. അതുപോലെ ജ്യോതിക കേട്ടോ. ഇത് വെറുതെ ഒന്ന് കണക്ട് ചെയ്യുക, കാരണം പടം ഒന്നും നിങ്ങൾ പഠിക്കണ്ട, ഞാൻ ചോദ്യത്തിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവര് 3 പേരും കൂടി എന്ത് ചെയ്യാണ്, ഒരു സ്വാമിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഒരു സ്വാമിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ സ്വാമി എന്ത് ചെയ്തു, അവർക്ക് റെഡ് ഉപ്പുമാവ് കൊടുത്തു കേട്ടോ. സ്വാമിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്തു, റെഡ് ഉപ്പുമാവ് കൊടുത്തു. മനസ്സിലേക്ക് കൊണ്ടുവരാ, ജയറാം, വിജയരാഘവൻ, അതുപോലെ തന്നെ ജ്യോതിക അല്ലെ, ഇവർ 3 പേരും പോകുന്നു. സ്വാമി അവർക്ക് റെഡ് ഉപ്പുമാവ് കൊടുക്കുന്നു. അപ്പൊ റെഡ് ഉപ്പുമാവ് മാത്രമല്ലേ, അപ്പൊ എന്ത് ചെയ്തു, റെഡ് ഉപ്പുമാവ് മാത്രം പോരാ എന്ന് കരുതി എന്ത് ചെയ്തു, ഗുലാം ജാം കൂടി കൊടുത്തു കേട്ടോ. ഗുലാം ജാം കൂടി കൊടുത്തു, ഗസ്റ്റ് അല്ലേ, അപ്പൊ ഗുലാം ജാം കൂടി കൊടുത്തു. അപ്പൊ അങ്ങനെ ഒന്ന് നമുക്ക് കണക്ട് ചെയ്താൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പേരുകൾ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. നോക്കിയേ, ജെ സ്വാമിനാഥൻ, അതുപോലെ ജയറാം പട്ടേൽ, രാഘവ് കനേരിയ, എം റെഡ്ഡുപ്പ നായിഡു. റെഡ്ഡുപ്പാവ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ എം റെഡ്ഡുപ്പ നായിഡു, രാഘവ് വിജയരാഘവൻ എന്നുള്ളത് ജയറാം എന്ന് പറയുന്നത് ജയറാമുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. സ്വാമിയുടെ വീട്ടിൽ പോയപ്പോൾ സ്വാമിയാണ് എന്ത് ചെയ്ത് റെഡ്ഡുപ്പാവ് കൊടുത്തത്. അപ്പോ എന്ത് ചെയ്തു, അല്ല ജ്യോതികയുടെ ജ്യോതി ഭട്ട് കേട്ടാ. ജ്യോതി ഭട്ടും ഈ ഒരു സംഘടനയിലെ അംഗമായിട്ടുള്ള ആളാണ്. ഗുലാം ജാം കൊടുത്തു അല്ലെ, അപ്പൊ ഗുലാം മുഹമ്മദ് ഷെയ്ഖ്. ഈ പ്രധാനപ്പെട്ട പേരുകൾ ഓർത്തു വെക്കുക കേട്ടോ. അതുകൂടാതെ ഈ കൂട്ടത്തിൽ വരുന്ന എന്താണ്, അംബാദാസ് എന്ന് പറയുന്ന ഇതും രാജേഷ് മെഹ്റ, അതുപോലെ എറിക് ബോവൻ കേട്ടോ. അംബാദാസ്, രാജേഷ് മെഹ്റ, എറിക് ബോവൻ. ഇനി ഇത് വെച്ചിട്ട് നമ്മള് കോഡൊന്നും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കോഡും കൊണ്ട് പഠിക്കേണ്ട സാറേ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചിലപ്പോൾ അറിയുന്നവരുണ്ടാകും,
അറിയാത്തവരൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കൂട്ടത്തിൽ ഏത് അംഗമല്ലാത്തത്? കണ്ട, ജയറാം പട്ടേൽ. അപ്പൊ ജയറാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെയോ റെഡ് ഉപ്മാവിന്റെ കാര്യം പറഞ്ഞു. വിജയരാഘവൻ, രാഘവ് കനേരിയ. അപ്പൊ 3 നമുക്ക് കിട്ടി. അപ്പൊ ഇതിനകത്ത് ഇല്ലാത്തത് ആരാണ്? ജാമിനി റോയ് ആണ്. കണ്ടോ? അപ്പൊ ജാമിനി റോയ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിനകത്ത് വരാത്ത ആളാണ്. കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ആൻസർ ഒന്ന് പറയാൻ ശ്രമിക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമല്ലാത്ത സ്ഥലം എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം പ്രധാനമായിട്ടും 4 സംസ്കാരങ്ങളാണ് ഉള്ളത്. അതിനകത്ത് 5000 മുമ്പുള്ള സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദിയുടെയും അടുത്ത് വരുന്ന സ്ഥലങ്ങൾ, സംസ്കാരങ്ങൾ, അതാണ് പറയുന്നത്. അതിനകത്ത് ആദ്യമായിട്ട് വന്ന സ്ഥലം, കണ്ടുപിടിച്ച സ്ഥലം ഹാരപ്പനാണ് അല്ലെ. അപ്പൊ ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഹാരപ്പൻ സംസ്കാരം എന്നുള്ള പേര് കൂടി നമുക്ക് കിട്ടുന്നു. ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ആണ് ആദ്യമായി കണ്ടെത്തിയത്. അപ്പൊ നമുക്ക് ഈ സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നും കൂടി വിളിക്കാം. അപ്പൊ അതിൽ പെടാത്ത സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ സിന്ധു രാഗിയും കൂടി എന്ത് ചെയ്യണം? കാളി എന്ന് പറയുന്ന ഒരാളെ കാണാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് ഇമാജിനേറ്റ് ചെയ്യുക. സിന്ധു രാഗിയും കൂടി കാളി എന്ന് പറയുന്ന ആളെ കാണാൻ പോവുകയാണ്. അവിടെ ലോറിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പൊ കാളി എന്ന് പറയുന്ന ആളെ കാണാൻ പോവുകയാണ്, ലോറിയിലാണ് പോകുന്നത്. ഇപ്പൊ ലോറി പോകുമ്പോൾ അയാളെ കാണുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, അതൊന്ന് ഓർത്തു വെക്കുക. എന്താണ്? ഹാരപ്പ, മോഹൻജൊദാരോ, അതുപോലെ തന്നെ ബനവാലി, ധോളാവീര, അതുപോലെ തന്നെ ചാൻ ഹുദാരോ. ഇത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, എന്താണ് മോഹൻ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. മോഹേ, കണ്ടാ, മോഹേ ബന ദോച്ച, ഒരു ഹിന്ദി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നേരത്തെ 2 ആളുകൾ അഥവാ സിന്ധുവും രാഗിയും കൂടി കാളിയെ കാണാൻ ലോറിയിൽ പോവുകയാണ്. എന്നിട്ട് അയാളോട് ചോദിക്കുന്ന ഒരു വേർഡാണ് മോഹേ ബന ദോച്ച. മോഹേ ബന ദോച്ച. അത് വേണമെങ്കിൽ ഒന്ന് കാണാപ്പാടം പഠിച്ചാൽ നമുക്ക് ഈ സ്ഥലങ്ങൾ കിട്ടും കേട്ടോ, ഈ പ്രദേശങ്ങൾ. ഇപ്പോ ഹാരപ്പ, അതുപോലെ തന്നെ മോഹൻജൊദാരോ, ഇതൊക്കെ പാകിസ്ഥാനിൽ ഇപ്പോൾ നിലവിൽ വരുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ബനവാലി, കേട്ടാ, എന്നുള്ളത് ബനവാലി, ധോളാവീർ, അതുപോലെ തന്നെ ചാ എന്ന് പറയുന്നത് ചാൻ ഹുദാരോ കേട്ടോ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ രാഗി. അപ്പോ രാഗി ഗർഹിയനകത്ത് വരുന്നതാണ്. കാളിബംഗൻ, ലോതൽ, ലോറിയിൽ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ സിന്ധു എന്ന് കണക്ട് ചെയ്ത് സിന്ധു നദി തട സംസ്കാരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അതിൽ രാഗി എന്ന് പറയുമ്പോൾ രാഗി ഗർഹി, അതുപോലെ തന്നെ കാളിബംഗൻ, കാളിയെ കാണാനാണല്ലോ എങ്ങനെ പോകുന്നത്? ലോറിയിലാണ് പോകുന്നത് അല്ലെ. ദെൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി വെക്കുക. എന്താ അയാളോട് ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? മോഹേ ബന ദോച്ച. ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പൊ നമുക്ക് ആ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് അവിടെ കിട്ടും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഇതിനകത്ത് പെടാത്തത് രാഗിയുണ്ട്, കാളിയുണ്ട്, ലോറിയുണ്ട്. അപ്പോ പാടാലിപുത്രമാണ് ഇതിനകത്ത് ഹിന്ദു നദീതട സംസ്കാരത്തിന്റെ ഭാഗമല്ലാത്ത സ്ഥലമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തു നോക്കുക കേട്ടോ. അപ്പോ ഇങ്ങനെ നമ്മൾ കേട്ടിട്ട് ഇപ്പോ HSA കേട്ടിട്ടൊക്കെ ഡ്രോയിങ്ങിന് നമുക്കറിയാം ഒരുപാട് പോയിന്റ്സുകൾ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. പ്രധാനപ്പെട്ടത് എല്ലാത്തിനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെങ്കിലും ഇങ്ങനെ ചെറിയൊരു കണക്ഷനോട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയോ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതിനോടനുബന്ധിച്ച് KTTT HSAയുടെയും ഈ പറയുന്ന ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സുകളും നമുക്ക് കണക്ട് ചെയ്ത് കോഡ് വെച്ചിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ കമന്റിനനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും, ഇടുന്നതായിരിക്കും. അതുകൂടാതെ KTTT ഡ്രോയിങ്ങിന്റെയും HSA ഡ്രോയിങ്ങിന്റെയും സിലബസ് അനുസരിച്ചുള്ള ബാച്ചുകൾ നടക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.